ഇന്നിപ്പോൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശ്രീലേഖ തിരുവനന്തപുരത്ത് NDA അധികാരത്തിൽ വരുമെന്ന് വ്യക്തമാക്കുന്ന FB പോസ്റ്റ് ഈ ഇലക്ഷൻ സമയത്ത് ഇട്ടു. അത് പിന്നീട് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് CPM അടക്കമുള്ള പാർട്ടികൾ ആരോപിക്കുകയും തെരഞ്ഞെടുപ്പ് നടപടിയെടുക്കുകയും ചെയ്യുന്നു. ഇതിന് ശേഷം അവർ അത് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. അതിനെങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെക്കുറിച്ച് ഞാൻ പോസ്റ്റ് കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കത് കാണാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങളും പരാതികളും വന്നിട്ടുണ്ട്. പോലീസിന് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു അന്തർധാര ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണമോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണവും രാഹുലിനെതിരായിട്ടുള്ള അന്വേഷണവും ഒരു ഒത്തുതീർപ്പിലെത്തിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ചില ധാരണയുണ്ടായിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം ശബരിമലയിലെ സ്വർണ്ണമോഷണം ഇപ്പോൾ പിടിക്കപ്പെട്ടത് 2 CPM നേതാക്കന്മാർ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ജയിലിൽ കിടക്കുന്നുണ്ട്. ഇനി അന്വേഷണം നിഷ്പക്ഷമായി മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ മറ്റു വലിയ നേതാക്കന്മാരിലേക്ക് ചെന്നെത്തും. അവരും അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അങ്ങനെ തുടർന്ന് വീണ്ടും അന്വേഷണം നടത്തിയാൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും മുൻ മന്ത്രിമാരടക്കമുള്ളവർ ജയിലിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ശബരിമല സ്വർണ്ണമോഷണത്തെക്കുറിച്ചുള്ള അന്വേഷണവും രാഹുലിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹം നടത്തിയ പീഡനത്തെക്കുറിച്ചുള്ള അന്വേഷണവും പാതി വഴിയിൽ നിർത്തിക്കൊണ്ട് ഇവിടെ വെച്ച് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ചില ധാരണകൾ CPMും കോൺഗ്രസും മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വരാനിരിക്കുന്ന ആളുകൾ അതിൻ്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.